Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിൽ 65 ദിവസത്തെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഡേ 4 ആണ് ഇന്ന്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ആവശ്യമാണ് എങ്കിൽ നിങ്ങളുടെ 10th പ്രിലിംസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാത്സും പിന്നെ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകളും മാത്സിന്റെ PYQസും നമ്മൾ പാരലലി നമ്മൾ ചെയ്യുന്നുണ്ട്. അതും കൂടി കണ്ട് നമുക്ക് ആ ഒരു 10-65 ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം എന്താണ് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള ആ ഒരു സെറ്റിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, അപ്പൊ നമ്മൾ മൗലിക അവകാശങ്ങൾ ഇന്നലെ ചെയ്തിരുന്നു. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കർത്തവ്യങ്ങളും നിർദ്ദേശക തത്വങ്ങളുമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആസ് യൂഷ്വൽ ഞാൻ ആദ്യം 20 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് വായിക്കും. ജസ്റ്റ് നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്ത് തന്നെ ഇത് എന്ത് ചെയ്യുക, ആൻസർ മാർക്ക് ചെയ്ത് പോകുക. എന്നിട്ട് നിങ്ങൾ ആൻസർ മാർക്ക് എത്ര കിട്ടി എന്നുള്ളതും കൂടി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തതാണ് വേണ്ടത്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃത സിവിൽ കോഡ്, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, ഐത്താചാര നിർമാർജനം. ഓക്കെ, ഉൾപ്പെടാത്തതാണ് വേണ്ടത്. താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് തുല്യ ജോലിക്ക് തുല്യവേതനം, ഏകീകൃത സിവിൽ നിയമം, സംഘടനാ സ്വാതന്ത്ര്യം, പൊതുതൊഴിൽ, തുല്യ അവസരം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക, ഗോവധം നിരോധിക്കുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും. 51, 43, 44, 48. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ബ്രിട്ടീഷ്, അമേരിക്കൻ, ഐറിഷ്, ഓസ്ട്രേലിയ. അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പറയുന്ന അനുച്ഛേദം 51 ക്ലോസ് 1, 51 ക്ലോസ് 2, പിന്നെ ഏതാണ് 51 ക്ലോസ് 3, 51 ക്ലോസ് 4 ആണ്. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ നേവൽ ഫീച്ചേഴ്സ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, വല്ലഭായ് പട്ടേൽ, ഡോക്ടർ അംബേദ്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ്? മൗലിക കർത്തവ്യങ്ങൾ, സുപ്രീം കോടതിയുടെ അധികാരം, ഗവർണറുടെ അധികാരം, നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ, ഓസ്ട്രേലിയ, അമേരിക്ക, ഇംഗ്ലണ്ട്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ, പൊതുമുതൽ സംരക്ഷിക്കുക, ശാസ്ത്രീയ മനോഭാവം, വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും. ഇതിൽ നിന്ന് നമുക്ക് ശരി ഉത്തരമാണ് വേണ്ടത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കി തന്നെ ആൻസർ എഴുതണേ. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തത്? തൊഴിൽ കരമടക്കുക, അനാഥരായ കുട്ടികളെ സഹായിക്കുക, കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലയിൽ പണി എടുപ്പിക്കാതിരിക്കുക, വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക. ഭാരതീയ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നവയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിഗണിക്കൂ. നോക്കാം. ദേശീയ പതാക, ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക, തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക, ശാസ്ത്രീയ മനോഭാവം വളർത്തുക, പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഏതാണ് ശരിയെന്നാണ് നമുക്ക് വേണ്ടത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി 73, 42, 44, 74. മൗലിക കടമകളെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരി. 76-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് മൗലിക കടമകൾ ചേർത്തത്. അവ ഭരണഘടനയുടെ 5-ാം ഭാഗത്തിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 11 മൗലിക കടമകളുണ്ട്. മൗലിക കടമകൾ നിയമപ്രകാരം നടപ്പിലാക്കാൻ കഴിയില്ല. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ്, ബൽവന്ത് റായ്, കോത്താരി, അശോക് മേത്ത. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 51A, 371A, 21A, 243A.
ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഇവ. 76-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 77 ജനുവരി 3 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഭരണഘടനയുടെ 4A ഭാഗത്ത് പ്രതിപാദിക്കുന്നു. നിലവിൽ 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ്? ഇന്ത്യ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ്. എല്ലാം ശരിയാണ്. 2, 4, 2 മാത്രം 1, 3, 4. ഓക്കെ, അപ്പൊ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെയും പറഞ്ഞത്. ആ 20 ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സും അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട ഫാക്ട്സ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും നോക്കുക, എത്ര മാർക്ക് കിട്ടിയെന്നും കൂടി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് വേണ്ടത്. ഉൾപ്പെടാത്തത്, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നിർദ്ദേശക തത്വങ്ങളില് 39D-യിലാണ്, 39A ക്ലോസ് D-യിലാണ് അത് പറയുന്നത്. രാജ്യത്തെ മുഴുവൻ ബാധകമായ ഏകീകൃത സിവിൽ കോഡ്, ഏകീകൃത നിയമ സംഹിത എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ആദ്യമായിട്ട് ഏത് സംസ്ഥാനത്താണ് ഏകീകൃത സിവിൽ കോഡ് വന്നതെന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡ് ആണ്. അതായത് നമുക്ക് നേരത്തെ പറയുന്ന ആൻസർ ഗോവയായിരുന്നു. കാര്യം ഗോവ എന്ന സ്റ്റേറ്റ് അവിടെ എന്താണ്, അത് വരുമ്പോ മുതൽ തന്നെ അവിടെ എന്താണ് യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വന്ന് അത് പ്രാബല്യത്തിലായി അല്ലെ. അതിനുശേഷം അതായത് യൂണിഫോം സിവിൽ കോഡ് ഭരണഘടന ആ ഒരു പൊസിഷനിലേക്ക് വരുമ്പോ ആദ്യമായിട്ട് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് ഉത്തരാഖണ്ഡ് ആണെന്ന്. എങ്കിൽ ചോദിക്കാറുണ്ട് ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണത്? കേരളമാണെന്ന് പറയാം. ഓക്കെ, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം അത് 40 ഐത്താചാര നിർമാർജനം, ഐത്താചാരം ഏതാണ് വരേണ്ടത്? ആർട്ടിക്കിൾ 17 അല്ലെ. തൊട്ടുകൂടായ്മ മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് നമ്മൾ നടത്തിയതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് ഏതാണ്? അത് മൗലിക അവകാശങ്ങളിലാണ് വരുന്നത്. മൗലിക അവകാശങ്ങളില് ആർട്ടിക്കിൾ 17 എന്ത് വരുന്നത്? ഐത്താചാര നിർമാർജനം വരുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടാത്ത ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, അതായത് നമുക്ക് അടിസ്ഥാന കുറെ ലക്ഷ്യങ്ങളാണ്. അതായത് രാഷ്ട്രം ഒരു പിന്തുടരേണ്ട കുറെ ആശയങ്ങളെയാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അത് ഏത് ഭാഗത്താണ്? ഭാഗം 4-ലാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഏത് മുതൽ ഏത് വരെയാണ്? 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ വരുന്നത്. ചോദിക്കാറുണ്ട് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പെയിൻ ആണ്. സ്പെയിൻ. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന അത് കടം കൊണ്ടത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അത് അയർലൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഈ ഒരു ആശയം അതായത് നമ്മുടെ ഏത് കമ്മിറ്റിയുടെ ശുപാർശ എന്ന് ചോദിക്കാറുണ്ട്. അതിനെയാണ് സുപ്രീം കമ്മിറ്റി എന്ന് പറയുന്നത്. സുപ്രീം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ നമ്മുടെ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നോക്കാം നമുക്ക്. രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? DPSP അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. മൗലിക അവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കുവാൻ കഴിയുന്നവയല്ല. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? അതായത് നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയും. അതായത് ആർട്ടിക്കിൾ 37 പ്രകാരമാണ് അത് പറയുന്നത്.
ഇത് പറയുന്നത് ആർട്ടിക്കിൾ 37 അതേസമയം സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട്. ഭരണഘടനയുടെ ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് എന്ത് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണിവ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇതാണ് നമുക്ക് പറയുന്നത് ഈ പറയുന്ന എന്താണ് നിർദ്ദേശക തത്വങ്ങളെ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് സോഷ്യലിസ്റ്റ് അതേപോലെ തന്നെ ലിബറലും അതേപോലെ തന്നെ ഗാന്ധിയൻ ആശയങ്ങളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത, തുല്യനീതിയും സൗജന്യ നിയമസഹായം. ഇത് മൂന്നും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്ക് ഇതിൽ നിന്നും താഴെ തന്നിരിക്കുന്നവയിൽ ഗാന്ധിയൻ ആശയം ഏത്, നിർദ്ദേശക തത്വങ്ങൾ ഉദാര ആശയം ഏത്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തതാണ് നമുക്ക് വേണ്ടത്. നോക്കാം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത നിയമസംഹിത, സംഘടനാ സ്വാതന്ത്ര്യം, പൊതു തൊഴിൽ തുല്യ അവസരം. ഏതാണ് 4-ാം അധ്യായം? 4-ാം അധ്യായം എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് ഏതാണ്, നിർദ്ദേശക തത്വങ്ങളാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം? ഏതാണ്? 39D ആണെന്ന് നമ്മൾ പറഞ്ഞു. ഏകീകൃത സിവിൽ നിയമം 44 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരേണ്ടത്? പെടാത്തതല്ലേ വേണ്ടത്? ഇത് രണ്ടും ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. അപ്പൊ ഒന്നുള്ളതെല്ലാം നിങ്ങൾ കട്ട് ചെയ്തോ. ബാക്കി ആൻസർ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ ഡി 3, 4 എന്നിവയാണ് 4-ാം അധ്യായത്തിൽ പെടാത്തത്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഏകീകൃത സിവിൽ കോഡ് നമുക്കറിയാം വകുപ്പ് 44 ആണെന്നുള്ളത്. സോ എന്ത് ചെയ്യുക? 2 എന്ന് പറയുന്നത് സി ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ അങ്ങ് വെട്ടിക്കളഞ്ഞു. ഗോവധം നിരോധിക്കുക, അത് ആർട്ടിക്കിൾ 48 ആണ്. 3D ആണ്. 3D വരുന്നത് ഏതാണ്? ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. 1B കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് 43 ആണ് ആർട്ടിക്കിൾ. ഏകീകൃത സിവിൽ കോഡ് 44 ആണ്. ഗോവധം നിരോധനം 48 ആണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും 51 ആണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? എവിടെ നിന്നാണ്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ അയർലൻഡിൽ നിന്നാണെന്ന്. അതായത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39B രാഷ്ട്രം പിന്തുടരേണ്ട നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാണ് ഇത് അനുശാസിക്കുന്നത്. നോക്കിക്കേ, സമൂഹത്തിന്റെ ഭൗതിക വിഭവങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും പൊതു നന്മയ്ക്ക് ഹാനികരമല്ലാത്ത വിധത്തിൽ വിതരണം ചെയ്യുക. ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് സമൂഹത്തിന്റെ ഇങ്ങനെ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. സമൂഹത്തിന്റെ ഭൗതിക വിഭവങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും പൊതു നന്മയ്ക്ക് ഹാനികരമല്ലാത്ത വിധത്തിൽ വിതരണം ചെയ്യുക എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്നുള്ളത് 39B ആണ്. അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് വരേണ്ടത്? 51(4) ആണ്. 51(4) ഉണ്ടോ? ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 51 എന്ന് പറയുന്നത് എന്താണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. കണ്ടോ? ഈ ആർട്ടിക്കിൾ 51 എങ്ങനെയൊക്കെയാണ് പറയുന്നത്? 51 എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. 51B പറയുന്നത് 2 51 ക്ലോസ് 2 രാഷ്ട്രങ്ങൾ തമ്മിൽ ന്യായവും മാന്യവുമായ ബന്ധം നിലനിർത്തണമെന്ന് പറയും. ഇനി സി എന്ന് പറയുമ്പോൾ എന്താണ്? സംഘടിത ജനതകൾ തമ്മിലുള്ള ഇടപെടലുകളിൽ അന്താരാഷ്ട്ര നിയമത്തോടുകൂടി ഉടമ്പടി ബാധ്യതകളോടും ബഹുമാനം വളർത്തുക. ഡി എന്ന് പറയുന്നത് എന്താണ്? അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് 51D എന്ന് പറയുന്നത്. ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റ്യനിൽ. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജനക്ഷേമം, സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി, മതിയായ ഉപജീവന മാർഗം, ഏകീകൃത സിവിൽ കോഡ്, പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം. നയങ്ങളിൽ വരുന്നത് ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം. സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അപ്പൊ വിശേഷണങ്ങളാണ് അല്ലെ പറഞ്ഞിരിക്കുന്നത്. നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ
BR അംബേദ്കർ ആണ്. ഡോക്ടർ അംബേദ്കർ ആണ് എന്ത് ചെയ്യുന്നത്? നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എന്തിനെ പറയുന്നത്? ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ദ ഇൻസ്ട്രുമെന്റ് ഓഫ് എന്തിനുള്ളത്? ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞതും ആരാണ്? നമ്മുടെ BR അംബേദ്കർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വത്തിലാണ്? വകുപ്പ് 44 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകീകൃത സിവിൽ കോഡാണ് അല്ലെ? അത് ഏതിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക അവകാശങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ, USA നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? മൗലിക കടമകളാണ്. അതായത് USSR ആണ്, നമ്മുടെ റഷ്യയിൽ നിന്നാണ്, സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്താ മൗലിക കടമകൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതി പ്രകാരമാണ്. 42ാം ഭേദഗതി ഏത്? 1976. ഞാൻ പറഞ്ഞിട്ടുണ്ട് 4+2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇവിടെ എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഇതായിരിക്കും. 44ാം ഭേദഗതി 1978. ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകാറുണ്ട്. 44ാം ഭേദഗതി എത്രയാണ്? 4+4 8. 5 വർഷമാണെന്ന് ഓർത്തിരിക്കണേ. അപ്പൊ 42ാം ഭേദഗതി 76ലെ 42ാം ഭേദഗതി പ്രകാരമാണ് എന്ത് വരുന്നത്? മൗലിക കടമകൾ എന്ന ആശയം എന്ത് ചെയ്യുന്നത്? ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. ഇത് നമ്മുടെ പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1977 ജനുവരി 3-നാണ് മൗലിക കടമകൾ എന്ന ആശയം നമുക്ക് പ്രാബല്യത്തിൽ വരുന്നത്. ഇത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ പറഞ്ഞു സപ്ര കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. എങ്കിൽ മൗലിക കടമകൾ എന്താണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. നിർദ്ദേശക തത്വങ്ങൾ വകുപ്പ് 4-ലാണെങ്കിൽ മൗലിക കടമകൾ വരുന്ന ഏതിലാണ്? അത് 4A-യിലാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഓക്കെ, മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ആരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി 77 അല്ലേ? അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ സമയമാണ്. ആ സമയത്തെ പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. നിലവിൽ എത്ര ഭേദഗതികളാണെന്ന് ചോദിച്ചാൽ അതായത് ഈ പറയുന്ന 42ാം ഭേദഗതി 76 പ്രകാരം 10 മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തത്. എങ്കിൽ നമുക്കറിയാം 2002-ലെ 86ാം ഭേദഗതി മൗലിക അവകാശങ്ങൾ 21A ആയിട്ട് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂട്ടിച്ചേർത്ത സമയത്ത് മൗലിക കടമകളിലും ഒന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് 11ാമത് മൗലിക കടമ വരുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രക്ഷകർത്താക്കളുടെ കടമയാണെന്ന് പറയുന്നതാണ് എന്ത്? ഈ പറയുന്ന 11ാം മൗലിക ഭേദഗതി എന്ന് 11ാം മൗലിക കടമ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കണ്ട മൗലിക കർത്തവ്യങ്ങൾ എന്താണെന്ന് ഓരോരുത്തരും ഓർക്കേണ്ടത്. ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ്. ആര് പറഞ്ഞതാണിത്? സർദാർ വല്ലഭായ് പട്ടേലിന്റെയാണ്. കോട്സ് ഒക്കെ ചോദിക്കാറുണ്ട് കയറി. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന കോട്സ് ആണ്, സോ പഠിക്കുക. പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് 76-ല് ഏത് കമ്മിറ്റി? സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. കേന്ദ്ര സർക്കാർ ആണത് നിയോഗിച്ചത്. ചോദിക്കാം, ചിലപ്പോൾ പറയാം 1976-ല് ആര് നിയോഗിച്ചു എന്നുള്ളത് രീതിയിൽ വേണേൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ കയറി വരാം. കേന്ദ്ര സർക്കാർ നിയമിച്ചു അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ 76-ലെ 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഒരു പുതിയ ഭാഗം അതായത് 4A ഇത് പ്രകാരം 51A എന്ന അനുച്ഛേദമായിട്ട് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി മാറി. ഏത് രാജ്യത്തു നിന്നാണ് കടം കൊണ്ടത്? റഷ്യയിൽ നിന്നാണ്. ചുവടെ തന്നിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഉൾപ്പെടുന്നവയാണ് ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, അതുണ്ട്. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇവയെല്ലാം എന്താണ്? മൗലിക കർത്തവ്യങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? കണ്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതായത് മൗലിക കടമകൾ ഈ 11 നിങ്ങൾ പഠിച്ചിരിക്കണം. അത് എങ്ങനെ വേണമെങ്കിലും, അതായത് ഇതെല്ലാ ക്വസ്റ്റ്യൻസും 2025 ചോദിച്ചാണ്. 25 ചോദിച്ച ക്വസ്റ്റ്യനിൽ ഇപ്പൊ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് 8ഉം എന്തായിരുന്നു? ഈ മൗലിക കടമകൾ ഏതൊക്കെ അല്ലെങ്കിൽ ഉൾപ്പെടാത്തത്, ഉൾപ്പെട്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട ബേസ്, അതായത് അതിന്റെ
ഇൻഡെപ്ത് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ സാധാരണ ചോദിക്കുന്നത് എവിടെ നിന്ന് ഘടം കൊണ്ടു, ഏത് ഭരണഘടനാ ഭേദഗതി, ഏത് കമ്മിറ്റി, ഇതൊക്കെയാണ് നോർമൽ ആയിട്ട് ചോദിക്കുന്നത്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്ക് വന്നപ്പോൾ എല്ലാം ചോദിച്ചിരിക്കുന്നത് ഈ 11 കടമകളിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് തന്നെയായിരുന്നു. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ, അത് ശരിയാണ്. ഇനി എന്താ പറയുന്ന, പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക, അതും ശരിയാണ്. ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക, അതും ശരിയാണ്. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക, മൗലിക കടമയാണ്. അവിടെ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി, മൗലിക കടമയാണ്. അതിൽ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ഉൾപ്പെടാത്തത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ. തൊഴിൽ കരമടക്കുക, അങ്ങനൊരു കാര്യം പറയുന്നില്ല. അനാഥരായ കുട്ടികളെ സഹായിക്കുക, അങ്ങനൊരു കാര്യവുമില്ല. കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക, വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക, ഇതൊന്നുമില്ല. സോ ഓപ്ഷൻ 1, 2, 3, 4 ഒന്നും എന്തിൽ പറയുന്നില്ല, മൗലിക കടമകളിലെ പറയുന്നില്ല. ഭാരതീയ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരരുടെ മൗലിക കടമകൾ താഴെ പറയുന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിഗണിക്കുക. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, ശരിയാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നൊരു കാര്യം പറയുന്നില്ല. ശാസ്ത്രീയ മനോഭാവം വളർത്തുക, പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഏതാണ് അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ സി 1, 3, 4, 2 മാത്രമാണ് അവിടെ ഉൾപ്പെടാത്തത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി ഏതാണ്? 42-ാം ഭേദഗതി 1976 ആണ്. ഓക്കെ, മൗലിക കടമകളെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി? 76-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് മൗലിക കടമകൾ ചേർത്തത്, ശരിയാണ്. അവ ഭരണഘടനയുടെ 5-ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ആണോ? 5 അല്ല, 4A-യിലാണ്. അപ്പൊ ഇത് തെറ്റാണ്. ശരിയായ പ്രസ്താവനകളല്ലേ നമുക്ക് വേണ്ടത്. 1 ശരിയാണെന്ന് മനസ്സിലായി. സോ ഒന്നുള്ള മുകളിൽ പറഞ്ഞവയെല്ലാം 2 തെറ്റാണെന്ന് പറയാം. സോ ഇതല്ല, ഇതല്ല. ഒന്നുകിൽ ഇവിടെ ഇതുമല്ല. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നിലവിൽ 11 മൗലിക കടമകളുണ്ട്, ശരിയാണ്. മൗലിക കടമകൾ നിയമപ്രകാരം നടപ്പിലാക്കാൻ കഴിയില്ല. ഓക്കെ, ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 51A-യിലാണ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരവാദിത്തങ്ങളെയാണ് നമ്മൾ മൗലിക കടമകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്, മൗലിക കടമകൾ എന്ന് പറയുന്നത്. ഭരണഘടന, ദേശീയ പതാക, ദേശീയ ഗാനം എന്നിവയെ ആദരിക്കുക, ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താന്ന് നോക്കിക്കേ, സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച ഉന്നതമായ ആശയങ്ങളെ പിന്തുടരുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ സംരക്ഷിക്കുക, രാജ്യത്തെ സേവിക്കുകയും രാജ്യരക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുക. അഞ്ചാമത്തെ നോക്കാം, ജാതി മത ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായി സാഹോദര്യം വളർത്തുക. ആറാമത്തത് രാജ്യത്തിന്റെ മിശ്ര സംസ്കാരത്തെ സംരക്ഷിക്കുക. ഏഴാമത്തെ നോക്കാം, വനങ്ങളും നദികളും ഉൾപ്പെടെ പ്രകൃതിയുടെ പരിസ്ഥിതിയെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. നെക്സ്റ്റ് നോക്കാം, ശാസ്ത്രീയ മനോഭാവം വളർത്തുക. ഒൻപതാമത്തതാണ് പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക. 10-ാമത്തതാണ് രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായി മികവിനായി പരിശ്രമിക്കുക. 11-ാമത്തതാണ് 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം രക്ഷകർത്താക്കളുടെ കടമയാണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടന മൗലിക കർത്തവ്യങ്ങളെ ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. 76-42-ാം ഭരണഘടനാ ഭേദഗതി ശരിയാണ്. 77-ലെ ജനുവരി 3-ന് പ്രാബല്യത്തിൽ വന്നു. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. ഭരണഘടനയുടെ 4A ഭാഗത്ത് പ്രതിപാദിക്കുന്നു, ശരിയാണ്. നിലവിൽ 10 മൗലിക കർത്തവ്യങ്ങളാണ്, ശരിയാണോ? അല്ല, നിലവിൽ എത്രയുണ്ട്? 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. സോ 1, 2, 3 നമുക്ക് ശരിയല്ലേ വേണ്ടത്? 1, 2, 3 ശരിയായിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെ? ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. ക്ഷേമരാഷ്ട്രം, ഓക്കെ, ശരിയാണ്. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്, ഒരിക്കലുമല്ല. എന്താണ് നമ്മൾ പറഞ്ഞു? ന്യായവാദാർഹമല്ല എന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 37 പ്രകാരം നിർദ്ദേശക തത്വങ്ങൾ നടത്തിക്കിട്ടാൻ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കോടതിയിൽ പോകാൻ പറ്റില്ല. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെ? ഗാന്ധിയൻ ആശയങ്ങളും ലിബറൽ ആശയങ്ങളും, അല്ലെ?
അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. സോ ഇവിടെ ആൻസർ ഏതാണ് വരേണ്ടത്? 1, 3, 4 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ 20 ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.